2026 IPL ആവേശകരമായ ഒരു വഴിത്തിരിവിലാണ്. ഒരിടത്ത് 15 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശി എന്ന കൗമാര വിസ്മയം റെക്കോർഡുകൾ കടപുഴക്കി മുന്നേറുമ്പോൾ, മറുവശത്ത് ലോകത്തെ ഏറ്റവും മികച്ച ബൗളർമാരിൽ ഒരാളായ ജസ്പ്രീത് ബുംറ തന്റെ കരിയറിലെ ഏറ്റവും മോശം ഫോമിലൂടെ കടന്നുപോകുന്നു. പ്രായം വെറും 15, പക്ഷേ ബാറ്റിംഗിൽ വൈഭവ് സൂര്യവംശി കാണിക്കുന്നത് ക്രിസ് ഗെയിലിനെ പോലും വെല്ലുന്ന പക്വതയാണ്. കേവലം 16 ഇന്നിംഗ്സുകളിൽ നിന്ന് 61 സിക്സറുകൾ. ഗെയിലറിന്റെ സിക്സർ ശരാശരി 2.53 ആണെങ്കിൽ സൂര്യവംശിയുടേത് 4.11 ആണ്. ഓരോ 4.9 പന്തിലും ഒരു സിക്സർ വീതം പറത്തുന്ന ഈ രാജസ്ഥാൻ റോയൽസ് താരം ഇതിനകം തന്നെ വെടിക്കെട്ട് ബാറ്റിംഗിന്റെ പുതുചരിത്രം എഴുതി കഴിഞ്ഞു. ഗെയിൽ 141 ഇന്നിംഗ്സുകളിൽ നിന്ന് 357 സിക്സാണ് പറത്തിയത്. IPL ഒരു ഇന്നിംഗ്സിൽ കൂടുതൽ സിക്സർ നേടിയ താരവും മറ്റാരുമല്ല, സൂര്യവംശി തന്നെ. ഈ സീസണിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ 37 പന്തിൽ 103 റൺസ് അടിച്ചപ്പോൾ 12 സിക്സുകൾ നേടിയാണ് റെക്കോർഡിട്ടത്. സീസണിൽ 9 ഇന്നിംഗ്സുകളിലായി 37 സിക്സുകൾ നേടി ഒന്നാമതാണ് താരം. 2012 51 സിക്സ് അടിച്ച ഗെയിലിന്റെ പേരിലാണ് ഒരു സീസണിൽ കൂടുതൽ സിക്സ് എന്ന റെക്കോർഡ്. ഇത് തകർക്കപ്പെടാൻ സാധ്യത ഏറെയാണ്. ഇന്ത്യൻ ആരാധകരെ വേദനിപ്പിക്കുന്നത് IPL ജസ്പ്രീത് ബുംറയുടെ പ്രകടനമാണ്. സിക്സറുകൾ വഴങ്ങാൻ മടിച്ചിരുന്ന ആ പഴയ ബുംറയല്ല ഇന്ന് മുംബൈ ഇന്ത്യൻസിലുള്ളത്. സഞ്ജു സാംസൺ, ട്രാവിസ് ഹെഡും എന്തിന്, യുവതാരം സൂര്യവംശി പോലും ബുംറയെ ഓരോ ഓവറിൽ 2 തവണ ഗാലറിയിൽ എത്തിച്ചു. 132 എന്ന ബൗളിംഗ് ശരാശരി ബുംറയുടെ T20 കരിയറിലെ തന്നെ ഏറ്റവും മോശം കണക്കാണ്. എന്താണ് ബുംറയ്ക്ക് സംഭവിച്ചത്? ഉത്തരം ഒരുപക്ഷെ അമിത ജോലിഭാരമാകാം. ഇംഗ്ലണ്ട് പര്യടനത്തിൽ നടുവേദന അവഗണിച്ച് എറിഞ്ഞ 119 ഓവറുകൾ അദ്ദേഹത്തിന്റെ താളം തെറ്റിച്ചു. ബുംറ ക്ഷീണിതനാണ്. അദ്ദേഹത്തിന്റെ പന്തുകൾക്ക് പഴയ മൂർച്ചയില്ലെന്ന് മുൻ ക്യാപ്റ്റൻ കൃഷ്ണമചാരി ശ്രീകാന്ത് അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ IPL സീസണിലെ മോശം പ്രകടനം കൊണ്ട് മുംബൈ ഇന്ത്യൻസ് ടൂർണമെന്റിൽ നിന്ന് പുറത്താക്കലിന്റെ വക്കിലാണ്. രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ പഴി മുഴുവൻ കേൾക്കേണ്ടി വരുന്നത് ബുംറയാണ്. ഈ സീസണിൽ 30ഓ അതിലധികമോ ഓവറുകൾ എറിഞ്ഞ മറ്റ് ബൗളർമാരുടെ ശരാശരിയുടെ ഇരട്ടിയാണിത് എന്ന് കേൾക്കുമ്പോൾ അതിന്റെ വ്യാപ്തി മനസ്സിലാകും. മുംബൈ ഇന്ത്യൻസിൽ ഏറ്റവും മോശം പ്രകടനം നടത്തുന്ന ബൗളർമാരിൽ ഒരാളാണ് നിലവിൽ ബുംറ. ജസ്പ്രീത് ബുംറയുടെ ഈ മോശം പ്രകടനത്തിന് പിന്നാലെ എന്തെന്ന് കാരണമെന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. ഏഷ്യ കപ്പ്, ICC പുരുഷ T20 ലോകകപ്പ്, ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക പരമ്പരകൾ, ഇംഗ്ലണ്ടിലെ 5 മത്സര ടെസ്റ്റ് പരമ്പര എന്നിവയുൾപ്പെടെ തിരക്കേറിയ അന്താരാഷ്ട്ര ഷെഡ്യൂളിന് ശേഷമാണ് അദ്ദേഹം IPL ഇക്കുറി എത്തിയതെന്ന് ഓർക്കണം. കൂടാതെ ഹാർദിക് പാണ്ഡ്യയുടെ മോശം ക്യാപ്റ്റൻസി മുംബൈ ഇന്ത്യൻസിനെ നന്നായി ബാധിച്ചിട്ടുണ്ട്.